സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരെ നിയമിക്കാൻ നടപടികളിലേക്ക് കടന്ന് ലോക് ഭവൻ. കേരള MG സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാനുള്ള നടപടികളാണ് ലോക് ഭവൻ ആരംഭിച്ചത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ മുഖ്യമന്ത്രിയുമായി സമവായത്തിലെത്തിയതിന്റെ തുടർച്ചയായാണ് മറ്റ് സർവകലാശാലകളിലും VC നടപടികൾ ആരംഭിച്ചത്. വിവരങ്ങൾ ശാലിനി നൽകും. ശാലിനി, ഈ ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിൽ വലിയ തോതിലുള്ള പോര് നിലനിന്ന ഒരു വിഷയമായിരുന്നു ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴെന്തായാലും സമവായത്തിലെത്തിയ പശ്ചാത്തലത്തിൽ കൂടുതൽ സർവകലാശാലകളുടെ VC നിയമനത്തിലേക്ക് ലോക് ഭവൻ കടക്കുകയാണല്ലേ? തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ്. കാരണം മുൻ ഗവർണറും സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയത് സർവകലാശാലകളുടെ VC നിയമനത്തിലാണ്. പുതിയ ഗവർണർ വന്നപ്പോഴും ആ പോര് അതേപടി തന്നെ തുടരുകയും ചെയ്തിരുന്നു. അതിനൊരു ശമനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു സമവായത്തിലേക്ക് ഇരു കൂട്ടരും എത്തിയിരിക്കുകയാണ്. അതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ VCമാരെ നിയമിക്കുകയും ചെയ്തത്. അതിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞിരുന്ന സിസ തോമസിനെ അടക്കം നിയമിക്കുന്നതിൽ സർക്കാർ പിന്നീട് എതിർപ്പ് അറിയിച്ചതുമില്ല. എന്തായാലും അതിന് പിന്നാലെ മറ്റ് സർവകലാശാലകളിലും സമാനമായ രീതിയിൽ അതിവേഗം തന്നെ VCമാരുടെ നിയമനം നടത്താനാണ് ഇപ്പോൾ ലോക് ഭവൻ ആലോചിക്കുന്നത്, നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള MG സർവകലാശാലകളുടെ VC നിയമന നടപടികൾ ലോക് ഭവൻ ആരംഭിച്ചിട്ടുള്ളത്. നടപടികൾ വേഗത്തിലാക്കി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാനലുകൾ ലിസ്റ്റുകൾ നൽകണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇരു സർവകലാശാല VCമാരുടെ. ഒപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായി തന്നെ VC നിയമനം വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് ലോക് ഭവൻ കടക്കുകയാണ്. ഇതിന്റെ ഒരു പാനൽ, അതായത് സെർച്ച് കമ്മിറ്റി പാനൽ അടക്കം നൽകണമെന്ന് കാലിക്കറ്റ് VCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാനലിലേക്കുള്ള ആളുകളുടെ ലിസ്റ്റുകൾ അത് ആരൊക്കെയാണ് എന്നത് കണ്ടെത്തുന്നതിനുള്ള ലിസ്റ്റുകൾ ലോക് ഭവനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് അല്ലെങ്കിൽ യോഗ്യരാണ് ഇത്തരത്തിലുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ലോക് ഭവനെ സമീപിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കി ഉടൻ തന്നെ VC നിയമന നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സർവകലാശാലകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇനി വേണ്ട. അതിൽ സർക്കാരുമായി ഒരു രീതിയിലുള്ള യോജിപ്പിനും താനില്ല എന്നുള്ളതാണ് ലോക് ഭവന്റെ നിലപാടും ഒപ്പം തന്നെ ഗവർണറുടെ നിലപാടും. ഇതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി തന്നെ നടപടികൾ വേഗത്തിലാക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഒപ്പം തന്നെ ബിരുദദാന ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഭരണപരമായിട്ടുള്ള നടപടികളിലും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിൽ നടപടികൾ ലോക് ഭവൻ വേഗത്തിലാക്കുന്നത്. ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ അതിവേഗം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയും കേരള, കാലിക്കറ്റ്, MG അടക്കമുള്ള സർവകലാശാലകളുടെ VC നിയമനം ഉടൻ തന്നെ നടക്കുമെന്ന സൂചന ലോക് ഭവൻ നൽകുകയും ചെയ്യുന്നത്. ഗൗതം. ഓക്കെ ശാലിനി, എന്തായാലും ഈ സമവായത്തിലെത്തിയതോടുകൂടി വിവിധ സർവകലാശാലകളുടെ സ്ഥിരം VC നിയമനത്തിലേക്ക് കടക്കുകയാണ് ലോക് ഭവൻ. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.